സിനിമയിൽ മറ്റ് എല്ലാ ലീഡ് ക്യാരക്ടേഴ്സും ഒപ്പം തന്നെ ലിജോ മോൾ ചേച്ചിയുടെ ക്യാരക്ടറും ഭയങ്കര പ്രോമന്റ് ആയിട്ട് നമുക്ക് ടീസറിലും ട്രെയിലൊക്കെ കാണാൻ പറ്റി. ആളുടെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആക്ച്വലി എൻ്റെ ഇപ്പൊ ഇത്ര നാൾ ചെയ്ത സിനിമയിൽ എൻ്റെ ആദ്യത്തെ പേരാണ് ആദ്യത്തെ നായിക ചരിത്ര ലിപികളിൽ രേഖപ്പെടുത്തും. അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴിൽ സൂര്യയുടെ ജയ് ഭീമിലൊക്കെ അഭിനയിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല കംഫർട്ടായിരുന്നു. നല്ല പെർഫോമറാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള സിനിമയിലൊക്കെ ചേട്ടൻ ഭയങ്കര ഒരു സിഗ്മ പേരിന് കല്യാണം കഴിച്ചതൊക്കെ ഇനി ഒരു പടം കൂടി വരുന്നുണ്ട് ഫെബ്രുവരി പൈങ്കിളി. പൂർണ്ണമായിട്ടാണ് മാറ്റി തരുന്നത്. വെറും പൈങ്കിളി. ബാക്കി എല്ലാത്തിലും രോമാഞ്ചമാണെങ്കിലും ചാവേറാണെങ്കിലും ആവേശമാണെങ്കിലും ജാനവനാണെങ്കിലും എല്ലാത്തിലും സിഗ്മയാണ്. ചുരുളി ഫ്രോം മാത്സ്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പെങ്ങളായിട്ടാണ് അഭിനയിച്ചത്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാറിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ രീതിയിലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് സംസാരിക്കാനും ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യാനും ഭയങ്കര രസമാണ്. പടം കഴിഞ്ഞിട്ടായാലും നമ്മൾ ഇടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഓരോ നമ്മൾ ഡബ് ചെയ്യാൻ പോയപ്പോഴും വിളിച്ചു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പ്രിവ്യൂ കണ്ടിട്ട് പറഞ്ഞു നല്ല രസം. അപ്പോൾ എപ്പോഴും ആ ഒരു കോൺടാക്ട് എപ്പോഴും വയ്ക്കും. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമയിൽ. പുള്ളിക്കാരി ക്യാരക്ടറും ഭയങ്കര രസമാണ്. കുറേ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ ക്യാരക്ടർ ഇതേപോലെ ഇപ്പോൾ സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ട് ഇതേപോലൊരു സംസാരിക്കപ്പെടാൻ പോകുന്ന ഒരു ക്യാരക്ടറായിരിക്കും ലിജോ മോളുടെ സ്റ്റെഫി ഗ്രാഫ് എന്നുള്ള ക്യാരക്ടർ. നമുക്ക് ചേട്ടൻ സിനിമയിലേക്ക് വരുന്നതിന് മുൻപും അതിന് ശേഷവും ഇപ്പൊ 2 ടൈമിലുണ്ടല്ലോ. സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ സിനിമയിൽ ആക്റ്റീവ് ആയതിനു ശേഷം മാറിയതൊരു ചിന്തയുണ്ടോ എന്തെങ്കിലും? സിനിമയ്ക്ക് വരുന്നതിന് മുൻപ് സിനിമയെ പറ്റി ഉണ്ടായിരുന്ന ഒരു മിസ്കൺസെപ്ഷൻ. അല്ല, എനിക്ക് എല്ലാം നല്ല ധാരണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമയെ പറ്റി. അതുപോലൊരു ചോദ്യം. ശരിയായിട്ടുള്ള ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എനിക്കങ്ങനെ ധാരണ കുറവൊന്നുമില്ലായിരുന്നു. എനിക്കങ്ങനെ ഒരു മാറ്റമൊന്നുമില്ല. നമ്മളെ ജീവിതം മാത്രമേ നമ്മൾ നോക്കി കണ്ടോളൂ. സിനിമയിൽ വന്നപ്പോഴും അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. നമ്മളെ ലൈഫിനെ പറ്റിയാണ് സംസാരിച്ചത്. അതാ സിനിമയെ പറ്റി ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കാം. പക്ഷെ ഒന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കുറെ കാലം നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ കഷ്ടപ്പാടും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. കഷ്ടപ്പാട് കൂടുതലാണ്. അത്ര എളുപ്പമല്ല. വരാനും നിൽക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ഇതിൻ്റെ അകത്ത്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഒരു ലോഡ് പുതിയ ആർട്ടിസ്റ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. പണ്ടൊക്കെ 90s ഒരു ആക്ടർ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അയാളെ പിന്നെ കോള് വരും. ഇവിടെ ഇപ്പം അങ്ങനെയല്ല. നിൽക്കാൻ ഭയങ്കര പാടാണ്. ഒരു വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അടുത്ത വെള്ളിയാഴ്ച വരണമെങ്കിൽ നമുക്ക് പുതിയ സാധനങ്ങൾ കിട്ടണം. കട്ടയ്ക്ക് നിൽക്കാനും അത് മാത്രമേ ഉള്ളൂ. സഹനം കുറെ പഠിപ്പിച്ചു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.